ഹലോ നമസ്കാരം ഗായ്സ്, ട്രിപ്പിംഗ് ടോളിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഈ സ്ഥലത്തോട്ടാണ്. ഇതിൻ്റെ പേര് ബ്ലൂ സ്പേസ് എന്നാണ്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഏതായാലും അകത്ത് പോയി നോക്കാം എന്താണ് അവരവിടെ ഓഫർ ചെയ്യുന്നത്. ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ഇന്ന് ബ്ലൂ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. സെബു ഐലൻഡിലെ ബറേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബ്ലൂ സ്പേസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ചെറിയൊരു വാട്ടർ തീം പാർക്കാണ്. നമുക്കിവിടെ സ്നോർക്കലിംഗ്, കയാക്കിംഗ്, ഡൈവിംഗ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഒരു ഫിഷ് ഫാം ഉണ്ട്. പിന്നെ ഇവിടെ ഡെയിലി റെൻറ്റിന് കോട്ടേജസ് കിട്ടും വിത്ത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബ്ലൂ സ്പേസ്. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളായിട്ട് വരുവാണെങ്കിൽ 100 pesos, അതായത് 150 രൂപയാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീസ്. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കൊരു കോട്ടേജ് എടുക്കേണ്ടി വരും. കോട്ടേജ് എന്ന് വെച്ചാൽ ചെറിയൊരു അംബ്രല്ല വിത്ത് ഒരു ടേബിൾ, നമുക്കവിടെ എല്ലാവർക്കും ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് 800 pesos ആണ്, അതായത് ഒരു 1200 Indian rupees. സോ അപ്പോൾ ഞങ്ങൾ 8 പേരുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കോട്ടേജ് ബുക്ക് ചെയ്തു. ജസ്റ്റ് ഒരു അംബ്രല്ല, കോട്ടേജ് ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു അംബ്രല്ല. സ്വിമ്മിങ് അറിയത്തില്ലെങ്കിൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അത് റെൻറ്റിന് നമുക്ക് കിട്ടും. അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് 100 pesos അഗെയിൻ. പിന്നെ കയാക്കുണ്ട്. കയാക്ക് നമുക്ക് റെൻറ്റിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 hourന് അവർ ചാർജ് ചെയ്യുന്നത് 200 pesos. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ടിക്കറ്റ് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഓറഞ്ച് ബാൻഡ് തരും. അതെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് വെള്ളം നനഞ്ഞാൽ പോയില്ലെന്ന് തോന്നുന്നു. നമുക്കിനി ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നിടത്തോട്ട് പോകാം. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെയുള്ള ഫുൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ബാംബൂലാണ്. ഈ കോട്ടേജസിൻ്റെ റൂഫിന് മാത്രം അവർ വേറെ ഏതൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി സ്ട്രക്ചർ ഫുള്ള് ബാംബൂലാണ് അവർ പണിതിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടേജ്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഫുഡൊക്കെ ഓഫർ ചെയ്തു. What do you call this? It's butterfish. Kumba. And never tried this one raw. Bangus cooked and then raw. This is raw fish. Okay. ഇത് പച്ച മീനാണ്. അത് നമ്മൾ ഈ സോസ് മുക്കി കഴിക്കണം. This one? Yeah. This one is like a battery. I think the amount of fat is very high because you put on your tongue and it melts. Okay. And you can eat like this. And it's amazing. അതുപോലെ അവർ ഞങ്ങൾക്ക് പുതിയ പുതിയ ഡിഷസ് ഓഫർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവരുടെ ഈ സൽക്കാരം കാണുമ്പോൾ ഇവിടെ വരാൻ ഇതിലും നല്ലൊരു ദിവസം വേറെ ഇല്ല എന്ന് വരെ തോന്നിപ്പോയി. Wow. You made this? What do you call this? Lasagna. Lasagna. This is Filipino lasagna. Okay. Thank you. Thanks a lot. What is that? Sign of love. Sign of love. Bananas. Okay, thank you. So you're having a party here? Birthday of my nephew. Oh, whose birthday is it? He's coming. Okay. The lechon. Open potato. Yeah. You wanna try one? That's sweet potato, right? Okay. Yeah, I will try. Thank you. That's a sweet potato. Oh, the one, the birthday boy. Ah, he's the birthday boy. Yeah. Happy birthday. And his wife. Hello. അപ്പോൾ അവരിവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്താണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഈ കോട്ടേജ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇതിനൊരു പ്രൈവറ്റ് പൂളുണ്ട്, അതുപോലെ ഒരു ഡൈവിംഗ് ബോർഡ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹൈഡ്രോ ബൈക്ക് ഓടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. അതിവിടെ അവർലി ബേസിസിൽ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും.
ഇനി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നിങ്ങളെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഈ കാണുന്ന ഡൈവിംഗ് ബോർഡാണ്. കടലിന് ഏകദേശം ഒരു 3 മീറ്റർ ഹൈറ്റിലാണ് ഈ ഡൈവിംഗ് ബോർഡ് ഉള്ളത്. ചെറിയ പിള്ളേർ മുതൽ വലിയവർ വരെ ഈ ഡൈവിംഗ് ബോർഡിൽ നിന്ന് ചാടുന്നത് നിങ്ങൾക്ക് കാണാം. Are you gonna do a back flip or front flip? No. Back flip. Back flip? No. Him? Yeah. No. You only knew there. Only there. But you can jump from here. Yeah. Can I see? Yeah. No, just here. Wow. Samurai? And you? ഇത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴെ വെള്ളത്തിലോട്ട് ചാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്രിനാലിൻ റഷ്, അതാണ് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ചാടാൻ പോവാണ് എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം. സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളിങ്ങനെ ചാടി തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3 വയസ്സുള്ളൊരു പെങ്കൊച്ച് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തൻ്റെ അച്ഛനുമായിട്ട് ഡൈവിംഗ് ബോർഡിലോട്ട് കയറി വന്നു. ആ കൊച്ചിനും ഡൈവിംഗ് ബോർഡിൽ നിന്ന് ചാടണം. പക്ഷേ മേളിൽ വന്ന് ഹൈറ്റ് കണ്ടപ്പോൾ കൊച്ചിന് പേടിയായി. അപ്പോൾ ഞങ്ങൾ കുട്ടീനെ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്തു ചാടാൻ. പക്ഷേ അത് ഏറ്റില്ല. പിന്നെ ഞങ്ങളൊന്ന് ചാടി കാണിച്ചു കൊടുത്തു, അതും ഏറ്റില്ല. പിന്നെ കുട്ടിയുടെ ബ്രദർ വന്നൊന്ന് ചാടി, എന്നിട്ടും കുട്ടിക്ക് ചാടാനുള്ള ആ ഒരു ധൈര്യം കിട്ടിയില്ല. അവസാനം കുട്ടി ചാടാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ചാട്ടം തുടർന്നു. നമ്മുടെ കൊച്ച് വീണ്ടും ചാടാനുള്ള ആഗ്രഹമായിട്ട് ഡൈവിംഗ് ബോർഡിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇത്തവണ വന്നിരിക്കുന്നത് അമ്മയും കൂട്ടിയിട്ടാണ്. കൊച്ചിന് ധൈര്യം പകരാനായിട്ട് അച്ഛൻ താഴെ വെള്ളത്തിൽ നിൽപ്പുണ്ട്. കൊച്ചിൻ്റെ ചേട്ടൻ പിന്നെയും വന്നൊന്ന് ചാടി കാണിച്ചു കൊടുത്തു. പക്ഷേ എന്നിട്ടും കൊച്ചിന് ചാടാനുള്ള ധൈര്യം ഇനിയും വന്നിട്ടില്ല. കൊച്ച് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നോക്കി നിന്നിട്ട് പതുക്കെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. കൊച്ച് ചാടിയില്ലെങ്കിലും ആ കൊച്ചിൻ്റെ ഒരു ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛനെ അമ്മേനെ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഇവിടെ ഈ വാട്ടർ സ്പോർട്സ് കൂടാതെ ഒരു ഫിഷ് ഫാമും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അതുകൂടി ഒന്ന് പോയി കാണാം. ഇത്രയും മീനുകളെ ഒന്നിച്ച് കണ്ടപ്പോൾ എമ്മാനുവലിൻ്റെ ആഗ്രഹം ഒരു മീനെങ്കിലും ഒന്ന് കൈകൊണ്ട് പിടിക്കണം. ആൻഡ് ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്. പക്ഷെ ഡേസി അതിനെ വളരെ സിമ്പിൾ ആയിട്ട് പിടിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. So I'm leaving. It was nice meeting you guys. Thank you for the treat. Okay, thank you. Thanks a lot. Yeah. Bye. Hello. I'm leaving. Bye. Bye. But you're gonna still stay here in Cebu. ഹലോ ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലൂ സ്പേസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് സെബു എന്ന ഐലൻഡിൽ ബറേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്ലൂ സ്പേസ് സ്ഥിതി ചെയ്യുന്നത്. വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ ഹിയർ. ഡൈവിംഗ് ബോർഡിൽ ഞങ്ങൾ ഒരുപാട് തവണ ജമ്പ് ചെയ്തു. ചെറിയ പിള്ളേർ വരെ ചാടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലോക്കൽസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ ഞങ്ങൾക്ക് ഫുഡ് തന്നു. അവർ ഞങ്ങളെ അവരുടെ ഗ്രൂപ്പിൽ കൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. Blue Space is nice. Do you like it? Of course. You like Blue Space? How often you come here? So many times. So many times. Still you loving it? I love it. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. ടിൽ ദെൻ ബൈ.